ഇത് എനിക്കൊരു നമ്മുടെ സുഹൃത്ത് കുമാരേട്ടൻ അറിയും, വള്ളിക്കുന്നുള്ളൊരു കുമാരേട്ടൻ എന്നാണ്. അപ്പോൾ അതുപോലെ വീട്ടിൽ കൃഷി സന്ദർശിക്കാൻ പോയപ്പോൾ ഒരു സന്തോഷം തന്നാണ്. അപ്പോൾ ഇത് ഈ എത്ര ഏർലി പ്ലാത്തയ്യാണ്, ഇത് കുറച്ച് തൈ കവറിൽ ഇത് ഈ കവർ ഈ തൈ വലുതാകാനുസരിച്ച് നമ്മൾ കവർ മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കവർ മാറ്റി കൊടുക്കണം, എന്നാലേ നമുക്ക് തൈക്ക് നല്ല ഗ്രോത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ ഇത് അടുത്തോളൊക്കെ കായ്ക്കേണ്ട പ്ലാത്തയ്യാണ്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് ആദ്യം മണ്ണിനെ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് നമ്മൾ ഇഷ്ടംപോലെ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ചെയ്യണത്. ഏറ്റവും നൈട്രജൻ കൂടിയ വളമാണ്. അപ്പോൾ ഇത് ആ 4ാമത്തെ തൈയാണ് ഇത് വെക്കണത്. കുഴിച്ചിട്ടാൽ നമുക്ക് ലേശം തടം വേണം. തടം വേണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ എന്നാലേ നമുക്ക് വളങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. അതിനെക്കൊണ്ടാണ് തടം വേണമെന്ന് പറയുന്നത്. ഇത് ഏകദേശം പഴക്കമുള്ള തൈയാണ്. ഇത് നല്ല വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് 2ാം കൊല്ലം തന്നെ നമുക്കിതിന് ഫലം പറിക്കാം. പോസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.